CPIM ഇപ്പോൾ എടുത്ത നടപടി അത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു കാട്ടിക്കൂട്ട് മാത്രമാണെന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം BJPയുടെ ഏജൻ്റായി CPIMൽ നിന്നുകൊണ്ട്, അതും കൺവീനർ സ്ഥാനത്ത് തന്നെ നിന്നുകൊണ്ട് EP ജയരാജൻ പ്രവർത്തിച്ചു എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. EP ജയരാജൻ കൃത്യമായും BJPക്ക് വോട്ട് മറിച്ചു കൊടുക്കാൻ വേണ്ടി CPIMനെ പ്രലോഭിച്ചത് കാരണമാണ് തൃശ്ശൂരിലും തിരുവനന്തപുരത്തും BJPക്ക് മുന്നേറ്റമുണ്ടായത്. അവിടെ തൃശ്ശൂരിൽ BJP അനായാസം ജയിച്ചു കയറുകയും തിരുവനന്തപുരത്തെ രാജീവ് ചന്ദ്രശേഖർ 3,42,000 വോട്ടുകൾ നേടിയെടുക്കുകയും ചെയ്തു. ഈ രണ്ടിടത്തും ഇടതുപക്ഷത്ത് CPI ആണ് മത്സരിക്കുന്നത്. CPIയെ കരുതിക്കൂട്ടി തന്നെ നാറ്റിക്കാനായിരുന്നു EP ജയരാജൻ ഇത്തരമൊരു വൃത്തികെട്ട കളി കളിച്ചതെന്ന് എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞതായി റിപ്പോർട്ടുണ്ട്. EP ജയരാജനെതിരെ അന്വേഷണ നടപടിയുമായി ബന്ധപ്പെടുത്തി തന്നെയാണ് കൺവീനർ സ്ഥാനത്ത് നിന്നും നീക്കിയത്. വളരെ വൈകാതെ തന്നെ പാർട്ടി സ്ഥാനവും EPക്ക് നഷ്ടമാകും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. കൃത്യമായി പറഞ്ഞാൽ CPIMൽ നിന്നുകൊണ്ട് BJPക്ക് വേണ്ടി എല്ലാ രീതിയിലും പ്രവർത്തനം നടത്തി BJPയിലെ ദേശീയ നേതാവായ പ്രകാശ് ജാവ്ദേക്കറുമായി എല്ലാം ടൈപ്പ് ഉണ്ടാക്കിയ നേതാവ് മാത്രമാണ് EP ജയരാജൻ. വാസ്തവത്തിൽ EP മാത്രമല്ല, നിരവധിയായ നേതാക്കളും ഇതിനകത്തുണ്ട് എന്ന കണ്ടെത്തലിലേക്കാണ് കൃത്യമായും ഇടതുമുന്നണി എത്തിയിരിക്കുന്നത്. EP വളരെ വൈകാതെ തന്നെ BJPയിലേക്ക് ചേക്കേറുമെന്നും EPയുടെ മകനും ഈ രീതിയിലായിരിക്കും കാര്യങ്ങൾ വിലയിരുത്തുക എന്നും റിപ്പോർട്ടുകളുണ്ട്. അതിനിടയിൽ TP രാമകൃഷ്ണനെയാണ്, അതായത് കോഴിക്കോട്ട് പേരാമ്പ്ര MLA കൂടിയായിട്ടുള്ള TP രാമകൃഷ്ണനാണ് നിലവിലെ കൺവീനർ സ്ഥാനം അലങ്കരിക്കുന്നത്. പക്ഷേ ഒരു കാര്യമുണ്ട്, EP ജയരാജനെ മാത്രം പുറത്താക്കിയത് കൊണ്ടോ EP ജയരാജൻ്റെ അനുയായികളോട് നടപടിയെടുത്തതുകൊണ്ടോ ഈ കൂട്ടുകച്ചവടം അവസാനിക്കില്ല എന്നുള്ളത് വാസ്തവമാണ്. ഇതെന്ന് പറയുന്നത് കൃത്യമായും ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടിയാണ്. അതായത് കോൺഗ്രസിനെ തകർക്കുക, കോൺഗ്രസിനെ ഇല്ലായ്മ ചെയ്യുക, അതാണ് ഇവിടെ ഇടതുപക്ഷം പയറ്റുന്ന അടവ്. ഇത് പിണറായി വിജയൻ മുതലായ നിരവധിയായ നേതാക്കൾ പണ്ടുകാലം തൊട്ടേ പയറ്റിയ രാഷ്ട്രീയമാണ്. ആദ്യമായി പിണറായി വിജയൻ നിയമസഭയിലേക്ക് എത്തിയത് തന്നെ BJPയുമായുള്ള ടൈപ്പ്, അന്ന് ജനസംഘം, അവരുമായിട്ടുള്ള ടൈപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആദ്യമായി കൂത്തുപറമ്പിൽ നിന്ന് പിണറായി വിജയൻ ജയിക്കുന്നത് ആ ഒരു സന്ദർഭത്തിലാണ്. അതുകൊണ്ട് ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല, ഇത് സംസ്ഥാന വ്യാപകമായി CPIM പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സിദ്ധാന്തമാണ്, അഥവാ ഒരു സംഗതിയാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ ഇപ്പോൾ തൽക്കാലം ഒരു വ്യക്തിയെ മാത്രം കേന്ദ്രീകരിച്ച് ആ വ്യക്തിക്കെതിരെ നടപടിയെടുത്ത് പാർട്ടിയിൽ ശുദ്ധികലശം നടത്തിയെന്ന് ജനമധ്യത്തിൽ പറഞ്ഞ് ജനങ്ങളുടെ കയ്യടി മേടിക്കുക. പക്ഷേ ആളുകൾ അത്ര പമ്പര വിഡ്ഢികളോ കഴുതകളോ അല്ല. ഇത്തരത്തിലുള്ള പ്രവർത്തനം കണ്ടാൽ സാമാന്യം ജനങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ സൂത്രം എന്താണെന്നുള്ളത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന CPIMനും ഇടതുപക്ഷത്തിനും തിരിച്ചടി കിട്ടും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ലാത്തതുകൊണ്ട് ഇത്തരം ഗിമിക്ക് കാട്ടി ജനങ്ങളുടെ മുമ്പിൽ നല്ല വെള്ളം ചമയാനുള്ള പിണറായി വിജയൻ്റെയും കൂട്ടരുടെയും തന്ത്രം മാത്രമാണിത്.